നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെൽത്ത് കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവരിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരോടൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യാം കേട്ടോ. ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ആ അറിവ് അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന എന്താണോ നമുക്കത് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടുപേരോട് പറയാം, ആ രണ്ടുപേര് അടുത്ത രണ്ടുപേരോട് പറയാം. അങ്ങനെ ആവുമ്പോഴത്തേക്കും എല്ലാവരിലും ഇതെത്തും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ടാവും. നമുക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതുപോലെ നമുക്കറിയാവുന്ന വിദ്യകൾ നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇപ്പോൾ ഈ പുതിയ തലമുറകൾക്കൊന്നും അറിയില്ല ചെടിയെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ കൃഷ്ണ വിഗ്രഹത്തിൽ ഇടാനായിട്ട് മാല വേണം. അപ്പോൾ മിക്ക കുട്ടികൾക്കും അറിയില്ല മാല എങ്ങനെ ഉണ്ടാക്കാം, മാല എങ്ങനെ കെട്ടാന്ന്. അതിനെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാല കെട്ടാൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന വിദ്യ പുതിയ തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ ചെറിയൊരു കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ ഇതിലിട്ടേക്കാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം നമുക്കറിയാവുന്ന വിദ്യ എന്താണോ അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. പിള്ളേർക്ക് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ തലമുറകൾ ആ കുട്ടികൾക്കൊന്നും അറിയില്ല. അവർക്ക് എപ്പോഴും തിരക്കാണ്, പഠിത്തം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ നമ്മളെക്കാളും ബിസിയാണ് കുട്ടികൾ. അപ്പോൾ നമ്മൾ അവരിലേക്ക് ഓരോ അറിവും എത്തിച്ചു കൊടുക്കാം. ടിപ്സൊക്കെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് വരുന്നുണ്ട്, മുടികൾ വളർന്നു വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. പക്ഷേ ഇത് ഇതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് നമ്മുടെ വിഷമം കേട്ടോ. കുറേ ഇന്നും കൂടി എന്നോട് പറഞ്ഞു. കാരണം ചിലവരെ മുടി കൊഴിയുമ്പോൾ പെട്ടെന്ന് തൈറോയിഡ്, വിറ്റാമിൻ ഡി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഡോക്ടർമാർ ആദ്യം തന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് കറക്റ്റാണ്. ഒന്ന് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടോ എന്നൊക്കെ നല്ലതാണ്. അതിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാർ ഷാമ്പു മേടിച്ച് തേച്ചു, കുറേ ആൾക്കാർ എണ്ണ വാങ്ങിച്ചു കഴിച്ചു, തേക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ റിസൾട്ട് ഇല്ല. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു നമ്മളുടെ ചുറ്റുപാടുമുള്ള ചിലപ്പോൾ നിസ്സാരം എന്ന് തോന്നുന്ന സംഭവം കൊണ്ടിട്ടായിരിക്കും നമ്മുടെ മുടി കൊഴിച്ചിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ കാരണങ്ങളില്ലാതെ മുടി കൊഴിയുന്നുണ്ട് അല്ല കാരണമായിട്ട്. പിന്നെ കാരണം കൊണ്ട് മുടി കൊഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് സൈക്കിൾ അല്ലേ, അതുമൂലം നമുക്ക് ഇതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറയാറുള്ള പോലെ 100 മുടി വരെയും കൊഴിഞ്ഞു പോവാം നമുക്ക്. പക്ഷേ ഇത് അറിയാവുന്ന ആൾക്കാർക്ക് പേടിയില്ല. ഒരു ദിവസം 100 മുടിയൊക്കെ കൊഴിഞ്ഞു പോകുമല്ലോ, അപ്പോൾ പിന്നെ സമാധാനമായി. അതുപോലെ ഇത് സൈക്ലിംഗ് ആണ്. അപ്പോൾ അതങ്ങനെയൊക്കെ ഉണ്ടാവും, ഫോണനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. എന്ന് വിഷമിച്ചിരിക്കും. ആൺകുട്ടികളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇന്നിപ്പോൾ സംസാരിച്ച ആൺകുട്ടികളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ടിപ്സ് ഒന്നും അറിയില്ല, കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ കുറച്ച് ഇപ്പം നമ്മളുടെ ഈ പുതിയ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാരണം നമ്മൾ ഇപ്പോൾ ചുറ്റും അല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം കോസ്റ്റ് ഒന്നും ചിലവാക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാം. എപ്പോഴും എന്നും ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കുറേ പൈസ ചിലവാക്കുന്നുണ്ട്, കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് മുടി വളരാനൊക്കെ ആയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഉള്ള മുടി നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശരിക്കും മുടിയെക്കുറിച്ചുള്ള ബോധം നമുക്കില്ല അല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ മൂളെ നോക്കുമ്പോൾ ഒരുപാട് പേരിങ്ങനെ അജ്ഞാതയായിട്ടിരിക്കുന്നു ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സംശയങ്ങളിലേക്ക് കിടക്കാം അല്ലേ. ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്. ഈ ഹണി ഹീറ്റാക്കാമോ എന്ന് ചോദിച്ചു കേട്ടോ. ഹണി ചൂടാക്കാമോ എന്ന്. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരിക്കുന്ന ആയുർവേദ സിദ്ധ രീതിയിലുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ഈ ഹണി ചൂടാക്കുന്നതോറും ബയോ അവൈലബിലിറ്റി കൂടുകയാണ്. എന്താണ് ഈ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റിലുള്ള ന്യൂട്രിയൻസും മറ്റുള്ള പ്രോട്ടീൻസിനെയും എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഹണി ചൂടാക്കുമ്പോൾ സാധിക്കുന്നു കേട്ടോ. അപ്പോൾ ആ ഹണിക്ക് അങ്ങനെയുള്ള ഒരു പവർ കിട്ടും ചൂടാക്കുമ്പോൾ. അത് ജീരകത്തിൻ്റെ കൂടെയാണ് ചൂടാക്കുന്നത്. അതിന് ഇതിൻ്റെ ടെമ്പറേച്ചറും ചോദിച്ചതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഹണി ചൂടാക്കുമ്പോഴുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറിൻ്റെയും ഡ്യൂറേഷനെയും അനുസരിച്ചിരിക്കും ഇതിൻ്റെ നെഗറ്റീവ്. കൂടുതലും നമ്മൾ ചൂടാക്കുന്നില്ല, ജീരകത്തിൻ്റെ കൂടെ അല്പം ഒന്ന് ചൂടാക്കുന്നില്ല. പക്ഷേ ഇത് ഒരുപാട് നേരം ഹീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള വിറ്റാമിൻസ് കുറയുന്നതായിട്ട് കാണാം കേട്ടോ. അതാണ് ഹീറ്റ് ആക്കാമോ എന്ന് ചോദിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഹീറ്റ് ആക്കുമ്പോൾ നമുക്ക് അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരുപാട് നേരമല്ല, അതിൻ്റെ ടെമ്പറേച്ചറിനും ഡ്യൂറേഷനും അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ ഈ ഹണി ചൂടാക്കുമ്പോഴുള്ള പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോഴും നമുക്ക് ജീരകത്തിനോട് കൂടെ ഹണി ചൂടാക്കി വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നം ഇല്ലാണ്ടാക്കുന്നു കേട്ടോ. ഹണി ചൂടാക്കുമ്പോൾ ഈ ഡൈജഷൻ്റെ പ്രശ്നത്തിനെ പരിഹരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ ഇതിനെക്കുറിച്ചിട്ട്. ഒരുപാട് നേരം നമ്മൾ ചൂടാക്കുന്നില്ല. ഇതിൻ്റെ ഡ്യൂറേഷൻ സംശയം കാരണം വെച്ചാൽ വിറ്റാമിൻ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സംശയത്തിലായിരിക്കാം ചോദിച്ചത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇതുപോലെ തേൻ ഒഴിച്ച് കഴിക്കാറുണ്ടല്ലോ കേട്ടോ. തേനൊഴിച്ച് നാരങ്ങ നീരൊഴിച്ചിട്ട് കഴിക്കാം. അപ്പോൾ വയറിൻ്റെ മോഷൻ പോകാനൊക്കെ നമുക്ക് നല്ലതാണ്, ഡൈജഷനും നല്ലതാണ് കേട്ടോ. നമുക്ക് റെസിസ്റ്റൻസ് പവർ കിട്ടും, ഹെൽത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്. പിന്നെ കൺമഷിക്ക് ഉപയോഗിക്കുന്ന വെറ്റില പൊടിയാണോ മുറുക്കണ വെറ്റിലയാണോ എന്ന് ചോദിച്ചു കേട്ടോ. എല്ലാ വെറ്റിലയും നമ്മൾ മുറുക്കും കേട്ടോ. വെറ്റില പൊടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കഷ്ണമായിട്ട് ഇത് കണ്ടോ, ഇത് നട്ടാൽ പിടിക്കും. ഇതിനാണ് വെറ്റില പൊടി എന്ന് പറയുന്നത്. ഇതിൽ വെറ്റിലയും നമ്മൾ മുറുക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ വീടുകളിലുള്ള വെറ്റിലയ്ക്ക് എരിവ് കുറവുണ്ടാവും കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്നതിന് നല്ല എരിവായിരിക്കും. പക്ഷെ രണ്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അളവ് കുറച്ച് ഉപയോഗിക്കും കേട്ടോ. വെറ്റില നമ്മൾ അധികം ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ട് വെറ്റിലയും നമ്മൾ മുറുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സംശയങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ചോദിച്ച ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നത് നല്ലതാണ് കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ ഞാൻ പറയുന്നതിനെ കുറിച്ചിട്ട് കേട്ടോ. സന്തോഷമേ ഉള്ളൂ. സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം പരീക്ഷിച്ച് നിങ്ങൾക്ക് റിസൾട്ടും വരുന്നുണ്ടല്ലോ, അത് യാതൊരു മടിയും കൂടാതെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ റിസൾട്ട് വന്നിട്ടുണ്ട്, റിസൾട്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ. 100% ഞാൻ എപ്പോഴും നിങ്ങൾക്ക് 100% ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഓരോ ടിപ്സ് ഞാൻ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ടിപ്സ് ഉണ്ട്, അതൊക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന ടിപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മുടിക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കാതെ ചെയ്യുക, ഓരോന്നും മുടിക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കാം. അപ്പോൾ നിങ്ങൾ നല്ലത് ചെയ്യുക കേട്ടോ. നല്ലതിന് വേണ്ടി പ്രയത്നിക്കുക. എപ്പോഴും ഈശ്വരൻ നല്ലതിന് കൂടെ ഉണ്ടാവും കേട്ടോ. തൽക്കാലത്ത് ഒരു തടസ്സം കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉയർച്ചയിലേക്കുള്ള ഒരു വഴി ഭഗവാൻ തുറന്നു കാണിച്ചു തരും കേട്ടോ. ഈശ്വരനെ മുൻനിർത്തി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നാളെ നല്ലൊരു ടിപ്സുമായിട്ട് നിങ്ങളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ. പാസ് ചെയ്യൂ കുട്ടികളെ, കുറച്ച് അങ്ങോട്ട് പാസ് ചെയ്തു. ഓരോ പിടി എല്ലാവർക്കും കൊടുക്കും. നടുക്കിട്ടോ.
എല്ലാവരും എടുത്തോ, ഒരു പിടി എടുത്തോ, എല്ലാവരും ഓരോ പിടി എടുത്ത് അടുത്തുള്ള ആൾക്ക് കൊടുക്കും. മുകളിലേക്ക് വെക്കാം. ഈ 2 പൂവും നൂലിന്റെ താഴെ ആയിരിക്കണം കേട്ടോ. എല്ലാവരും നമ്മൾ പിടിക്കുന്ന സ്റ്റൈൽ ഇതാണ് കേട്ടോ. നൂല് ഈ 3 വിരൽ കൊണ്ട് പിടിക്കാം. താഴ്ത്തുനിന്ന് എടുക്കാം. ഇങ്ങനെ ഇട്ടാം. നൂലിന്റെ മുകളിൽ നൂലെടുക്കാം. ഇങ്ങനെ വരലെടുക്കാം. ഇങ്ങനെ വയ്ക്കാം. ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് ഹാൻഡ് ആണോ? നൂലിന്റെ മുകളിൽ വന്നോ പൂക്കള്? ഒരു ചുറ്റി വയ്ക്കാം. ഒരു ചുറ്റി ചുറ്റില്ലേ? എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ചുറ്റി വയ്ക്കാം. ചുറ്റിയോ? നമ്മള് വലിയ നൂല് ചുറ്റും, ചെറുതല്ല വലുത്. ഇതിനെ ഒരു കുടുക്കിടാം. ഇങ്ങനെ നൂല് ഒന്ന് മടക്കി അതിന്റെ മേളിൽ കൂടി ഇടാം. അങ്ങനല്ല മോളെ, ഒരു കുടുക്ക്. ചേച്ചി കാണിച്ചാണ് കുടുക്ക്. ഒരു ചുറ്റി ചുറ്റിയിട്ട് ആ വിരല് കണ്ടോ? ശ്രദ്ധിച്ചേ. മുകളിലേക്ക് ഈ നൂല് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ തിരിച്ചെടുക്കാം. നമ്മൾ വിരൽ വെക്കുന്നത് നൂല് പോവാതിരിക്കാനാണ്. എടുത്തോ, ചേച്ചി അപ്പൊ കണ്ടില്ല, അവിടെ നിന്ന് എടുത്തോ. നൂല് ചുറ്റാം. എങ്ങനെയാണ് ഇതിന്റെ മുകളിൽ കൂടി